ഹായ് എവരിവൺ. ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മളൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ എങ്ങനെ ഒപ്റ്റിമൈസേഷൻ ചെയ്യാം, എന്തൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രൊഫൈൽ വ്യൂസും നല്ലൊരു ജോബിലോട്ട് ലാൻഡ് ചെയ്യാൻ പറ്റും എന്നതിനൊക്കെ പറ്റിയാണ്. കുറച്ചധികം ടിപ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് നല്ലൊരു പ്രൊഫൈൽ ബിൽഡ് ചെയ്യാനും അത് എങ്ങനെ ബിൽഡ് ചെയ്ത് എങ്ങനെ ആളുകൾക്ക് എത്തിക്കാം എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ എൻ്റെ എക്സ്പീരിയൻസ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്ക് എന്ത് ഉണ്ടായി, എൻ്റെ എക്സ്പീരിയൻസ് എന്താണ്, എൻ്റെ പ്രൊഫൈലിന് എത്ര ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായെന്നൊക്കെ ഞാൻ അതിൽ പറയുന്നുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ വീഡിയോയിലിട്ട് നടക്കാം. നിങ്ങളൊരു ജോബ് സീക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽസ് ഷോക്കേസ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ക്ലയൻസിനെ കിട്ടാനാണെങ്കിലും ജോബിൽ ലാൻഡ് ചെയ്യാനാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉള്ളത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നല്ലൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ആകുമ്പോൾ നല്ലൊരു റീച്ച് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറും ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോയാണ്. നല്ലൊരു പ്രൊഫൈൽ പിക്ചർ ചൂസ് ചെയ്യുക, നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോയും ചൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ പ്രൊഫൈൽ കാണിക്കാം. അപ്പോൾ ഇത് എൻ്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത്. എൻ്റെ പ്രൊഫൈൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. കണ്ടോ, ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ എൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, എന്താണ് ഞാൻ ചെയ്യുന്നത് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആയിരുന്നിട്ട് എൻ്റെ മേൺ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെ ടെക്നോളജീസാണ് യൂസ് ചെയ്യുന്നത് അവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ അതിന് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളറാണ്. അതുപോലെ നല്ല ഫോൺസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല കണ്ടാൽ തന്നെ ഉടനെ വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഫോണ്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എൻ്റെ പ്രൊഫൈൽ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ബാക്ക്ഗ്രൗണ്ട് കളറിനോട്ട് മാച്ച് ചെയ്യുന്നുള്ളൊരു ബ്ലാക്ക് ഷെയ്ഡ് ആയിട്ടുള്ളൊരു പ്രൊഫൈൽ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു മാച്ചിങ് ആയിട്ടുള്ളൊരു കളർ തീം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രൊഫൈൽ കാണുമ്പോൾ തന്നെ ഒരു ക്രിയേറ്റീവ് മൈൻഡ്, ആ ഒരു ഫീലൊക്കെ ആളുകൾക്ക് കിട്ടും. ഇപ്പോൾ നിങ്ങളൊരു കളർ പാറ്റേൺ നിങ്ങളെ പ്രൊഫൈൽ യൂസ് ചെയ്യണമെങ്കിൽ അപ്പോൾ ആളുകൾക്ക് ഒരു ഇമ്പ്രഷൻ ആയിരിക്കും നിങ്ങൾ പ്രൊഫൈൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ പ്രൊഫൈൽ പിക്ചർ കൊടുക്കുമ്പോൾ കണ്ടോ, നിങ്ങൾക്ക് ഞാൻ കൊടുത്ത പോലെ കണ്ടോ, നിങ്ങളൊരു ഫുൾ ഫേസ് കാണുന്ന അല്ലെങ്കിൽ നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഫേസ്, നല്ല ഡ്രസ്സിങ് ചെയ്തിട്ടുള്ള നല്ല ഒരു ഫേസ് കാണുന്നൊരു പ്രൊഫൈൽ പിക്ചർ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ രണ്ടെണ്ണം സെറ്റായി നമുക്ക് പ്രൊഫൈലിൻ്റെയും ഇത് രണ്ട് കാര്യം റെഡിയായി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റം URL ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം, എൻ്റെ URL എന്ന് പറഞ്ഞാൽ എൻ്റെ ഫുൾ നെയിമാണ്, അഫ്സൽ മടത്തിങ്കൽ എന്നുള്ള ഈ ഫുൾ നെയിമാണ് ഞാൻ URL ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, ഈ കാണുന്ന സ്ഥലത്ത് എങ്ങനെ അത് കസ്റ്റം URL ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ എഡിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് ക്രിയേറ്റ് ചെയ്യാം. മറ്റേത് റാൻഡം ആയിട്ടുള്ള എന്തെങ്കിലാണെങ്കിൽ ആളുകൾക്ക് നിങ്ങളിങ്ങനത്തെ കാര്യങ്ങളൊന്നും കെയർ ചെയ്യുന്നില്ല എന്നുള്ളൊരു ചിന്ത വരും. അപ്പോൾ അതാകുമ്പോൾ ഒരു പ്രൊഫൈലിനൊരു ജെന്യൂനിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ നെയിമിന് താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈറ്റിൽ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള ടൈറ്റിൽ കൊടുക്കാം. അതായത് കീവേഡ്സ് ആഡ് ചെയ്യാം. ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറാണ്, Node.js എന്നുള്ള ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എക്സ്പ്രസ്, ഇതൊക്കെ ഫുൾ സ്റ്റാക്ക് ഈ ഡെവലപ്മെൻറ്റ് ഇതിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിലുള്ള ടെക്നോളജീസാണ് ഇതൊക്കെ, അത് ആഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് കോൺടാക്റ്റ് ഇൻഫോ ഉണ്ടാവും, അതിൽ നിങ്ങളുടെ കാര്യങ്ങൾ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും അതിൽ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ലിങ്ക് വല്ല. ഇപ്പോൾ നിങ്ങളൊരു ഡെവലപ്പർ മറ്റോ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ ലിങ്ക് കൊടുക്കുക. അപ്പോൾ എൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്കാണ് ഞാനിവിടെ കൊടുത്തുള്ളത്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈലോട്ട് പോകാൻ പറ്റും. അത് നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കോൺടാക്റ്റ് ഇൻഫോയുടെ താഴെയായിട്ട് വെബ്സൈറ്റ് ലിങ്ക് എന്നുള്ള ഇതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കസ്റ്റമായിട്ട് അവിടെ എന്ത് ടെക്സ്റ്റാണോ കാണേണ്ടത് അതും കൊടുക്കാം. അതുപോലെ നിങ്ങൾ ഏതാണോ നിങ്ങൾ ഗിറ്റ്ഹബിലാണെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഹോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പേഴ്സണൽ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് കൂടെ കൊടുക്കാം. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ കൊടുത്താൽ നിങ്ങൾ ഏകദേശം ഈ ഒരു ഏരിയ ഓക്കെ ആയി. പിന്നെ നിങ്ങൾക്ക് താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ അബൌട്ട് സെക്ഷൻ ആഡ് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. നമുക്കിനി അടുത്ത കാര്യങ്ങൾ എന്താ നോക്കാം. ഓക്കെ, നമ്മൾ ഹെഡ്ലൈനെ പറ്റി പറഞ്ഞു. നല്ലൊരു ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഹെഡ്ലൈൻ കൊടുക്കാം. പിന്നെ സമ്മറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ്, ഇങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ കൊടുത്തിട്ടുള്ള സമ്മറി എന്ന് പറയുന്നത് ഐ എം എ ഡെഡിക്കേറ്റഡ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ, മേൺ സ്റ്റാക്കിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്, ജാവാസ്ക്രിപ്റ്റ് Node.js ഇതിലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ എവിടെ നിന്ന് വന്നു, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ അബൌട്ട് സെക്ഷൻ നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്തുകൊണ്ട് വരാം. അതുപോലെ തന്നെ ടോപ്പ് സ്കില്ലിനകത്ത് നിങ്ങളുടെ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള സ്കില്ല് എന്താണോ അത് കൊടുക്കാം. ഓക്കെ, അത് കൊടുക്കാം. ഈ സമ്മറി ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതിൽ കീവേഡ്സ് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് ഈ റിക്രൂട്ടേഴ്സൊക്കെ സെർച്ച് ചെയ്യുന്നത് ഓരോ ജോബ് ഡിസ്ക്രിപ്ഷൻസിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ആ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങളെ അബൌട്ടിലും നിങ്ങളുടെ ടൈറ്റിലൊക്കെ ആഡ് ചെയ്ത കീവേഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ മാച്ച് ചെയ്യാൻ സാധ്യത കൂടും. അവർ വേറെ ടൂൾസൊക്കെയാണ് ഉപയോഗിച്ചിട്ടാണ് ലിങ്ക്ഡിനിൽ സെർച്ച് ചെയ്യുക. നോർമൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല അവർ സെർച്ച് ചെയ്യുന്നത്, അവർക്ക് അതിനായിട്ടുള്ള ടൂൾസുകളുണ്ടാവും ലിങ്ക്ഡിനിൽ. അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങളങ്ങനെ അത് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ അതിൽ ജാവാസ്ക്രിപ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, നോഡ് ആഡ് ചെയ്തിട്ടുണ്ട്, റിയാക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇതിൽ എൻ്റെ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റിൽ വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഞാൻ പ്രോജക്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്.
അപ്പോൾ അതൊക്കെ ഇതിന് മാച്ച് ചെയ്യുന്നുണ്ട്. അതെ, ഇതിലും നന്നായിട്ട് നിങ്ങൾക്ക് എഴുതാം. ഇത് ഞാനൊരു നോർമൽ ബേസിലാണ് ഇതിലും നന്നായിട്ട് കീവേഡ്സൊക്കെ ആയിട്ട് എഴുതാം. ഓക്കെ, പിന്നെ വരുന്നത് അടുത്ത കാര്യമായിട്ട് വരുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ഡീറ്റെയിൽ ഇത് കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് നിങ്ങളുടെ പ്രൊജക്ട്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൻ്റെ സെക്ഷനിൽ ഞാൻ വർക്ക് ചെയ്തതെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊരു ബൂട്ട് ക്യാമ്പ് പോലെയാണ്. അപ്പോൾ അവിടെ ഞാൻ 10 മാസമായിട്ട് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കതിലൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അത് കൊടുത്തു. എനിക്ക് അപ്വർക്കിൽ Node.js വെച്ച് 2 പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ അവിടെ എക്സ്പീരിയൻസ് ഉള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ യൂട്യൂബിൽ ഞാൻ കണ്ടൻറ്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു സ്കില്ലും കൂടെ ഉണ്ട്, അങ്ങനെ ഒരു എക്സ്പീരിയൻസും കൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ സ്കിൽസും എക്സ്പീരിയൻസിലൊക്കെ ഷോക്കേസ് ചെയ്യാൻ പറ്റും. അത് മറ്റുള്ള നിങ്ങളുടെ ജോബ്സും കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള അപ്പോൾ നിങ്ങളിത് പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന നിങ്ങളൊരു പ്രൊഫൈൽ മാനേജ് ചെയ്യുന്ന ആളാണെന്ന് മനസ്സിലാവും ആളുകൾക്ക് നോക്കും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് അതുപോലെ നിങ്ങളെ സ്കിൽസ് ആൻഡ് എൻഡോഴ്സ്മെൻറ്റ്സ് ഓൾറെഡി നമ്മളതിനെപ്പറ്റി പറഞ്ഞു. പിന്നെ റെക്കമെൻഡേഷൻസ് കൊടുക്കാം. ഇപ്പോൾ ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന ഒരു സ്ഥലത്ത് ഉള്ള 2 പേരുടെ അവിടുത്തെ HR-ഉം എന്നെ മാനേജ് ചെയ്തിട്ടുള്ള അവിടുത്തെ മാനേജറായിട്ടുള്ള ഒരാളുടെയും റെക്കമെൻഡേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റെക്കമെൻഡേഷൻ ചോദിക്കാം ആളോട്. നമുക്ക് നമ്മളവരുടെ കീഴിൽ വർക്ക് ചെയ്തതാണെങ്കിൽ അവരോട് പറയാം നമുക്കൊരു റെക്കമെൻഡേഷൻ റൈറ്റ് ചെയ്ത് തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ ഒന്നുകൂടെ ജെനുവിറ്റി കൂടും ആളുകൾ സെർച്ച് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ അത് ചെയ്യാം. നിങ്ങളുടെ പ്രൊഫൈൽ എൻഡോസ് ചെയ്യാം. ആളുകൾക്ക് നിങ്ങളെ അറിയുന്ന ആളുകൾക്ക് ഉണ്ടെങ്കിൽ അവരോട് പറയാം. അപ്പോൾ അവർക്ക് നിങ്ങളെ സ്കില്ല് അറിയുമെങ്കിൽ അത് എൻഡോസ് ചെയ്താൽ നിങ്ങളെ പ്രൊഫൈലിൻ്റെ വാല്യൂ ഒന്നുകൂടെ കൂടും. അപ്പോൾ ആളുകൾ നിങ്ങളെ റിക്വസ്റ്റ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത പോയിൻ്റ് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലും നിങ്ങൾ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങൾ എവിടെയാണ് പഠിച്ചത്, എന്തൊക്കെ ഡിഗ്രി, അതിൽ എന്തൊക്കെ സ്കില്ലുകൾ എന്തൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ട്, അത് അതുപോലെ സർട്ടിഫിക്കേഷൻസ് ആൻഡ് കോഴ്സ് കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കേഷൻ കോഴ്സ് ഞാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ലേൺ ചെയ്തിട്ടുള്ള ജാവാസ്ക്രിപ്റ്റിൻ്റെ ബേസിക് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചതിനെ പറ്റിയിട്ടാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സർട്ടിഫിക്കേഷൻ കാണിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ അതൊക്കെ കൊടുക്കാൻ പറ്റും. പിന്നെ അടുത്ത പോയിൻ്റ് നിങ്ങൾ കണക്ട് വിത്ത് നെറ്റ്വർക്ക്, കണക്ട് വിത്ത് പീപ്പിളാണ്. അപ്പോൾ ആളുകളായിട്ട് നിങ്ങളെങ്ങനെ കണക്ട് ചെയ്യാന്നുള്ള കാര്യമാണ്. അപ്പോൾ ആളുകളായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്താ വെച്ചാൽ ഞാനൊരു പ്രീമിയം അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പുതുതായിട്ട് ലിങ്കിൻ തുടങ്ങുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയം 1 മന്ത് ലിങ്കിൻ ഫ്രീ തരും. ആ സമയത്ത് നിങ്ങളിതിൽ പോയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യാം. നിങ്ങൾക്ക് എന്നിട്ട് ഒരു എവിടെയാണോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഒരാളെ സെർച്ച് ചെയ്തിട്ട് ഇപ്പോൾ IT ഫീൽഡ് സെർച്ച് ചെയ്യാം. എന്നിട്ട് പീപ്പിൾസ് എന്ന് കൊടുക്കാം. എന്നിട്ട് അതിൽ നമ്മുടെ ആക്റ്റീവ്ലി ഹയറിംഗ് എന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജോബ് നോക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഫിൽറ്റർ ചെയ്തിട്ട് ഇനി നിങ്ങളെ ജോബ് ടൈറ്റിൽ ഏതാണ് അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് ഹയർ ചെയ്യുന്ന ആളുകളെ കിട്ടും ആ കമ്പനികളിൽ. അപ്പോൾ നിങ്ങൾക്കൊരു കമ്പനി നിങ്ങൾ ടാർഗറ്റ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമ്പനികളുടെ പേരടിച്ച് സെർച്ച് ചെയ്യാം. ഇങ്ങനെ ആളുകളായിട്ട് കണക്ട് ചെയ്യാം. ഇനി കണക്ട് ചെയ്യുമ്പോൾ ചുമ്മാ കണക്ട് ചെയ്യാതെ നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു നോട്ടൊക്കെ ആഡ് ചെയ്യാം. ഞാൻ അതിന് വേണ്ടി നോട്ട് ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഒരു നോട്ടാണ് ആഡ് ചെയ്യാറ്. I am Afzal, a full stack developer. I believe connecting and networking with professionals in this field will make land on job and expand in professional network. So ഇങ്ങനെ നിങ്ങൾക്ക് കണക്ഷൻ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ മെസ്സേജൊക്കെ എഴുതി നിങ്ങളുടെ പോർട്ട്ഫോളിയോ കാര്യങ്ങളൊക്കെ ഷോർട്ട് കേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ഇംപ്രഷൻ വരും. അവർക്ക് കണക്ഷൻ റിക്വസ്റ്റ് കാണുമ്പോൾ ഒരു ചുമ്മാ ഒരു കണക്ഷൻ റിക്വസ്റ്റ് പോകാതെ അവരുടെ കൂടെ ഒരു ടെക്സ്റ്റ് മെസ്സേജും കൂടെ പോകുന്ന സമയത്ത് അവരത് എടുത്ത് നോക്കാനുള്ള ചാൻസ് കൂടുതലും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങളുള്ള ഫീൽഡിലുള്ള ആളുകളായിട്ട് നെറ്റ്വർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫീൽഡിലുള്ള ആളുകളായിട്ട് നെറ്റ്വർക്ക് ചെയ്തതിനു ശേഷം നിങ്ങളുടെ പ്രൊഫൈലിൽ എക്സ്പാൻഡ് ചെയ്തതിനു ശേഷം ഇങ്ങനത്തെ റിക്രൂട്ടേഴ്സിനെ കാര്യങ്ങൾ കണക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളെ ഓൾറെഡി നിങ്ങളുടെ കണക്ഷൻസിൽ ലിസ്റ്റ് കുറച്ച് ബിൽഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെയും നിങ്ങളെ പ്രൊഫൈലിനോട് ജെനുവിറ്റി വന്ന ശേഷം ആളുകൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. കാരണം ഒരു 100-50 കണക്ഷൻസുള്ള അക്കൗണ്ട്സിന് ആളുകൾ ജെനുവിറ്റി ഫീൽ ചെയ്യില്ല. പക്ഷേ നോർമലി നമ്മൾ ഈ പ്രൊഫൈൽ പിക്ചറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഒന്നും കൂടെ ഒരു ബെറ്ററായിട്ട് ആളുകൾക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. പിന്നെ കൺസിസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോസ്റ്റുകൾ ഇടാം. അപ്പോൾ ഞാൻ വീക്ക്ലി 2-3 പോസ്റ്റുകൾ ഇടാറുണ്ട്. അതുപോലെ തന്നെ ഈ ഫീച്ചേർഡ് സെക്ഷനിൽ എൻ്റെ ഇമ്പോർട്ടൻറ്റ് പോസ്റ്റുകളുടെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനൊരു പബ്ലിക് സ്പീക്കിംഗ് ചെയ്തതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ അത് എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ആയതുകൊണ്ട് എൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ കാണിക്കുന്നതുകൊണ്ട് ഞാനത് ഇടുന്നുണ്ട്. അതുപോലെ ഞാൻ ക്രിയേറ്റ് ചെയ്ത ആപ്പ് അതൊരുപാട് റീച്ച് ആയ ആപ്പാണ്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഇട്ടിട്ടുണ്ട്. അല്ല, ഞാൻ എൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പ്രൊജക്റ്റുകളും കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഷോക്കേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരം ആദ്യമായിട്ട് പ്രൊഫൈലിൽ കയറുന്നവർ ഇത് കാണാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അവർക്ക് നമ്മുടെ പറ്റിയുള്ളൊരു ഐഡിയ കിട്ടും. എന്താണെന്നുള്ളത് ചുമ്മാ റാൻഡം പോസ്റ്റ് ഇടുന്ന ആളാണോ അതോ അത്യാവശ്യം നമ്മളെന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഏകദേശം ഇത്രയൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് പ്രൊഫൈൽ പിക്ക് എഡിറ്റ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യുക,
ഈ പ്രൊഫൈൽ പിക് മേക്ക് എന്നുള്ളൊരു സൈറ്റിൽ പോയിട്ട് ഇവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള പ്രൊഫൈൽ പിക്ചറുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഈ പ്രൊഫൈൽ പിക്ചർ പോലെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത് പ്രൊഫൈൽ പിക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ആവും. പിന്നെ നിങ്ങൾക്ക് കണക്ഷൻ റിക്വസ്റ്റ് വിടാനാണെങ്കിൽ ലിങ്ക്ഡിൻ്റെ എക്സ്റ്റൻഷൻസ് ഒക്കെ ഗൂഗിൾ ക്രോമിൽ അവൈലബിൾ ആണ്. അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക. ഞാൻ ഒരു എക്സ്റ്റൻഷൻ സെർച്ച് ചെയ്ത് നോക്കാം, ലിങ്ക്ഡിൻ ഓട്ടോ കണക്റ്റ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യാറുള്ള ചില എക്സ്റ്റൻഷൻസ് ഉണ്ട്, ഇതെല്ലാം വേറെ എക്സ്റ്റൻഷൻസ് ഉണ്ട്. സെർച്ച് ചെയ്യട്ടെ. അപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്താൽ കിട്ടും, ലിങ്ക്ഡിൻ ഓട്ടോ കണക്റ്റ്. ഈ എക്സ്റ്റൻഷൻ ഞാൻ യൂസ് ചെയ്യാറുള്ളതാണ്, ലിങ്ക്ഡിൻ ഓട്ടോ കണക്റ്റ്. ഇതിലെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ എന്താണോ സെർച്ച് ചെയ്യുന്നത് അത് കൊടുക്കാൻ പറ്റും. നമുക്ക് എന്തൊക്കെ കമ്പനികളാണ് അങ്ങനെ ഫൈൻഡ് കണക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ആൾക്കാർക്ക് കസ്റ്റമായിട്ട് മെസ്സേജ് കൊടുക്കാം. ഈ കസ്റ്റം മെസ്സേജ് വിടണമെങ്കിൽ നമ്മൾ പ്രീമിയം മെമ്പർ ആയിരിക്കണം, എന്നാലും നമുക്ക് കസ്റ്റം മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്തോ ലിമിറ്റേഷനും കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് റിസൾട്ട് എന്ന് എഴുതിയാൽ എനിക്ക് ഒരുപാട് പേര് എൻ്റെ പ്രൊഫൈൽ റെസ്പോൺസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പ്രൊഫൈൽ വ്യൂസ് ഒരുപാട് ഉണ്ടാകാറുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പ്രൊഫൈൽ വ്യൂസ് വരുന്നുണ്ട്, 1800ഓളം മന്ത്ലി വ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ അക്കൗണ്ട് മാക്സിമം റീച്ച് ആവുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങളും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നുകൂടെ റീക്യാപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാം. പ്രൊഫൈൽ പിക്ചറും ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോയും കസ്റ്റം യൂആർഎല്ലും ഇത് മസ്റ്റായിട്ട് നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് നല്ല സമ്മറി ഹെഡ്ലൈൻസ് കാര്യങ്ങളൊക്കെ നല്ല നിങ്ങളുടെ സ്കിൽസ് ഷോക്കേസ് ചെയ്ത് കൊടുക്കുക. പിന്നെ എക്സ്പീരിയൻസ്, റെക്കമെൻഡേഷൻസ്, എൻഡോഴ്സ്മെൻറ്റ്സ് ഇതൊക്കെ കൊടുക്കുക. എഡ്യൂക്കേഷൻ സർട്ടിഫിക്കേഷൻസ് കൊടുക്കുക. നെറ്റ്വർക്ക് ചെയ്യുക, കണക്ട് ചെയ്യുക, ആളുകളായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് പോസ്റ്റുകൾ ഇടുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾക്ക് നല്ലൊരു നിലയിലേക്ക് നല്ലൊരു റീച്ചിലോട്ട് എത്തിക്കാൻ പറ്റും. നിങ്ങൾക്ക് ജോബ് ലാൻഡ് ചെയ്യാനും വർക്ക് കിട്ടാനൊക്കെ അത് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്കിനി വേറെ വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലും അതുപോലെ ഓർത്താണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബും ചെയ്യുക, അതുപോലെ ഷെയറും ചെയ്യുക. താങ്ക് യു.